we are going for the final round. And in this round, again, I repeat, one question will be asked by the judges. And based on their answer, we are going to decide who's the winner for this year's Malayali Manga 2009. Cross your fingers. All left to the judge. I hope they ask easy questions. ഇന്നത്തെ ചോദ്യം ഞങ്ങൾക്ക് ഒരുപാട് ചോദ്യം ഉണ്ടായിരുന്നു. അതിൽ നിന്നൊക്കെ പിക്ക് ചെയ്ത് സെലക്ട് ചെയ്തിരിക്കുന്ന ചോദ്യം ഇതൊരു സൗന്ദര്യ മത്സരമാണ്. അപ്പം ഞങ്ങൾ വിചാരിച്ചത് സൗന്ദര്യത്തിനെ കുറിച്ച് തന്നെ ആയിക്കോട്ടെ ഈ ചോദ്യം. ഒരുപാട് പഴയതും പുതിയതും തലമുറകളായി കൈമാറി വന്നതും പ്രകൃതി ഉള്ളിടത്തോളം കാലം സത്യമെന്ന് നിലനിൽക്കാൻ പോകുന്നതുമായിട്ടുള്ള ഒരു സത്യമാണ് ചോദ്യത്തിൻ്റെ സത്ത. ചോദ്യം ഇതാണ്: ബ്യൂട്ടി ലൈസ് ഇൻ ദി ഐസ് ഓഫ് ദി ബിഹോൾഡർ. സൗന്ദര്യം ആസ്വാദകന്റെ കണ്ണിലാണ് കുടികൊള്ളുന്നത്. ഈ ഒരു ടോപ്പിക്കിനെ കുറിച്ച് നിങ്ങളുടെ വിലയിരുത്തൽ എന്താണ്? ഈ ടോപ്പിക് കൊണ്ട് നിങ്ങൾ മനസ്സിലാക്കിയിരിക്കുന്നത് എന്താണ്? ഇതിന്റെ മെസ്സേജ് ഇത് ഈ ഓഡിയൻസിന് ഇൻക്ലൂഡിംഗ് ടു us. Please explain this in the next 3 minutes. സൗന്ദര്യം ഒരു ആസ്വാദകന്റെ കണ്ണിലാണ് എന്നുള്ളത് വളരെ കൃത്യമായിട്ടുള്ളൊരു കാര്യമാണ്. ഞാൻ ഒരാളെ കാണുമ്പോൾ ഒരുപക്ഷെ എനിക്ക് ആ ആള് സുന്ദരിയായിട്ട് തോന്നാം, അല്ലെങ്കിൽ പക്ഷെ മറ്റൊരാളുടെ കണ്ണുകൊണ്ട് നോക്കുമ്പോൾ ആ ആൾക്ക് സൗന്ദര്യം പോരാ. അതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. സൗന്ദര്യം ഒരാളുടെ കണ്ണുകൊണ്ട് നോക്കുന്നതാണ്. സൗന്ദര്യം എന്ന് ഉദ്ദേശിക്കുമ്പോൾ ഇന്നർ ബ്യൂട്ടി, അതിനാണ് ഞാൻ കൂടുതൽ ഇമ്പോർട്ടൻ്റ് കൊടുക്കുന്നത്. അതായത് പുറമേ കാണുന്ന സൗന്ദര്യത്തെക്കാൾ ഉപരി ആ ഒരാള് എങ്ങനെ, അയാളുടെ ഹൃദയം, അയാൾ എങ്ങനെ ഒരാളോട് പെരുമാറുന്നു, അയാൾ എങ്ങനെ ഉള്ള ഒരു നല്ല ആളാണ്, ആ സൗന്ദര്യമാണ്, ആ ഇന്നർ ബ്യൂട്ടിക്കാണ് ഞാൻ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. അതുപോലെ തന്നെ സൗന്ദര്യം പലരും ഇവിടെ ഇരുന്ന് പലരും കാണുന്നപ്പം ഒരാൾ നോക്കുന്നതായിരിക്കുകയല്ല വേറൊരാൾക്ക് സൗന്ദര്യമായിട്ട് തോന്നുന്നത്. പലർക്കും പല രീതിയിലാണ് തോന്നുന്നത്. ഇത്രയേ ഉള്ളൂ എനിക്കതേക്കുറിച്ച് പറയാനുള്ളൂ. ഞാൻ എനിക്ക് തന്നിരിക്കുന്ന ചോദിക്കാനുള്ള ടോപ്പിക് പറയാം. ബ്യൂട്ടി ലൈസ് വിതിൻ ദി ഐസ് ഓഫ് ദ ബിഹോൾഡർ. മലയാളത്തിൽ ട്രാൻസ്ലേറ്റ് ചെയ്യാം: ആസ്വാദകന്റെ കണ്ണിലാണ് സൗന്ദര്യം. Can you share your thoughts with us? You have 3 minutes, right? 3 minutes. That is a phrase that I truly believe, because beauty is only skin deep and it always lies in the eyes of the beholder. In other words, നമ്മൾ സൗന്ദര്യം എന്ന് ഡിസ്ക്രൈബ് ചെയ്യുന്ന ഒരു കാര്യം അതിൽ തന്നെ ഉണ്ട് ഇമ്പോർട്ടൻ്റ്. നമ്മൾ എന്താണ് സൗന്ദര്യം എന്ന് പറയുന്നത്? നമ്മൾ കാണാനുള്ള സൗന്ദര്യമാണോ, മനുഷ്യന്റെ സ്വഭാവത്തിന്റെ സൗന്ദര്യമാണോ എന്നൊക്കെയാണ് ഏറ്റവും ആദ്യം തന്നെ നമ്മൾ ഡിഫൈൻ ചെയ്യേണ്ടത്. അതിലാണ് സ്വഭാവമാണോ ബ്യൂട്ടിഫുൾ ആണോ, is it just the skin deep beauty? And I think the only thing that really lasts forever is your values or your സ്വഭാവത്തിലെ സൗന്ദര്യമാണ് എന്നേക്കും നിലനിൽക്കുന്നത്. താങ്ക് യു. ഈ സൗന്ദര്യ തിടമ്പുകളിൽ നിന്ന് ഒരു 3 പേരെ നമ്മൾ തിരഞ്ഞെടുത്തിരിക്കുകയാണ്. അപ്പോൾ ഈ സൗന്ദര്യ ആസ്വാദകരുടെ മുമ്പിൽ നമുക്ക് അവരോട് പറയാനുള്ള 2-3 വാക്കുകളുണ്ട്. ഒരു 3 മിനിറ്റിനകത്ത് നമ്മൾ അവരോടൊന്ന് മറുപടി പറയണം. ഒരു കാത്തിരിക്കുകയാണ്. വിഷയം ഇതാണ്, ഞാൻ പറയട്ടെ. ബ്യൂട്ടി ലൈസ് ഇൻ ദ ഐസ് ഓഫ് ദി ബിഹോൾഡർ. അതായത് ആസ്വാദകന്റെ കണ്ണുകളിലാണ് സൗന്ദര്യം കുടികൊള്ളുന്നത്. മനസ്സിലായോ? ഒരു 3 മിനിറ്റ് കൊണ്ട് നമുക്ക് ഇവരോടൊന്ന് സംസാരിക്കാം. And I truly believe that statement in all sense. അതായത് സൗന്ദര്യം എന്ന് പറയുന്നത് ഒരു പെണ്ണിന്റെ ജീവിതത്തിൽ probably between the teenage and the early ages of 35, അതായത് physical beauty, according to me. This is my opinion. പിന്നെ I think it's more the inner beauty
is what you really look at and what you feel. And I think that beauty is something which can keep growing in a relationship if you have the right partner to encourage you and to support you in everything you do. നിങ്ങൾക്ക് എല്ലാവരും കാണുന്നുണ്ടല്ലോ how tough this competition is. I'm sure judges are really scratching their heads to find who's the winner. Thank you so much. വളരെ വിശാലമായി വിപുലീകരിച്ച് ഇത്രയും ഒരു ഡിസ്ക്രിപ്റ്റീവ് ആയിട്ടുള്ള ഒരു ആൻസർ. Give them a very nice round of applause, please. All the contestants. Miss Popular DMA 2009, Malayali Manga 2009 നമ്മൾ ഇവിടെ പ്രഖ്യാപിക്കാൻ പോവുകയാണ്. And out of, I think, so many votes that we received, the winner for the Popular award is contestant number 6, Preeta, come forward. I please. Forward, come forward. I request our President Matthew Cheruvil to be on stage to hand over the present and a trophy for the most popular award winner. Thank you. Okay, നമ്മൾ വളരെ പ്രധാനമായ ഈ സ്റ്റേജിലോട്ട് എത്തിയിരിക്കുകയാണ്. ഇവരെ ചൂസ് ചെയ്തതിന് മുന്നേ I would like to thank our 3 judges who has done an amazing job for coming up to this conclusion. Coming, Lalita. Mrs. Lalita is coming. Congratulations, Lalita. Second runner-up. Thank you so Detroit much. Malayali Association Malayali Manga, second runner-up. Congratulations. So I request Mr. Sunil Payangol and Rojan Thomas to come on stage and hand over the check for Lalita, and Mr. Sunil Payangol and Rojan Thomas. Lalita, please come forward to receive. And I request Mary Kutiandi to hand over the trophy for the the second runner-up winner, please. Thank you so much. Thank you, Sunil. Thank you, Rojan. ഏറ്റവും ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ടാസ്ക് എനിക്ക് തന്നു. താങ്ക് യു. എനിവേ, ഞാൻ കൂടുതൽ പറയുന്നില്ല, റൈറ്റ് ടോപ്പിക്കിലേക്ക് വരാം. റണ്ണർ അപ്പ് നമ്പർ 1 വേറെ ആരും അല്ല, പോപ്പുലാരിറ്റി വോട്ട് നേടിയ പ്രീത. Congratulations, Preeta. Thank you, Simi. I request our treasurer, Mr. Dias Thomas, he is a sponsor for this second prize winner for this Malayali Manga 2009. I request Dias Thomas on stage, please. And Simi, please hand over the trophy for the first runner-up.